നരേന്ദ്രമോദി സർക്കാർ 1 and 2 2014 വന്ന ആദ്യ ഗവൺമെൻറ്, 2019 വന്ന രണ്ടാം ഗവൺമെൻറ്, ഇപ്പോൾ ഈ വർഷം ഇലക്ഷൻ നടക്കുന്നു. മൂന്നാം ഊഴം കാത്ത് നിൽക്കുകയാണ് നരേന്ദ്രമോദിയും BJP. മൂന്നാം ഊഴം കിട്ടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഈ രണ്ട് ഗവൺമെൻറ്റുകളെ നരേന്ദ്രമോദി 1 and 2, ഈ 2014 മുതൽ 19 വരെ ഭരിച്ച ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ, മണ്ടത്തരം, വിഡ്ഢിത്തരം എന്ന് പറയുന്നത് നോട്ട് നിരോധനമായിരുന്നു. നോട്ട് നിരോധനം ഏതാണ്ട് ഒരു വലിയ നേട്ടമാണെന്ന് പിന്നീട് BJPയോ നരേന്ദ്രമോദി സർക്കാരോ അവകാശപ്പെട്ടിട്ടില്ല. നമ്മളത് ശ്രദ്ധിക്കുക. 2019 ഇലക്ഷൻ ക്യാമ്പയിന് പോലും നോട്ട് നിരോധനം ഞങ്ങളുടെ ഒരു വലിയ നേട്ടമായി, കള്ളപ്പണം മുഴുവൻ വെളുപ്പിച്ചു എന്നുള്ള ഒരു അവകാശവാദവും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലും BJP ഉന്നയിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? BJP എന്തുകൊണ്ട് മൗനം പാലിച്ചു? നോട്ട് നിരോധനത്തെ പറ്റി മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അവതരിപ്പിക്കേണ്ടിയിരുന്ന അടുത്ത ഇലക്ഷനിൽ അവതരിപ്പിച്ചില്ല. കാരണം കള്ളപ്പണം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന നോട്ട് നിരോധനം ഫലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയായിട്ട് ആദ്യ നരേന്ദ്രമോദി സർക്കാർ മാറ്റി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ, മണ്ടത്തരം എന്ന് പറയുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. 2018 തുടങ്ങിയ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം, അതും കോർപ്പറേറ്റുകളുടെ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുവന്ന രണ്ടാമത്തെ കലാപരിപാടിയായിരുന്നു. അതിനെ സുപ്രീം കോടതി നിരോധിക്കുകയും ചെയ്തു. ഇപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരി 15 നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം മോദി 1 ഗവൺമെൻറ് നോട്ട് നിരോധനം അതിനെ പിന്നെ നേട്ടമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇലക്ഷൻ പ്രചരണത്തിൽ 2019 നരേന്ദ്രമോദി 2 ബ്ലണ്ടർ, ഇലക്ട്രൽ ബോണ്ട്, അത് പറഞ്ഞ് ഈ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ BJPക്ക് ധൈര്യമുണ്ടോ? മോദി സർക്കാരിന് ധൈര്യമുണ്ടോ? ഇത് രണ്ടും സമാനമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. UPA 2, UPA 1, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് 1 and 2 പോലെ ആ 2 ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് 2G കുംഭകോണം, കറപ്ഷൻ, മറ്റേ മറിച്ച് നാണം കെട്ട് അന്ന ഹസാരയുടെ നേതൃത്വത്തിലുള്ള സമരം ഡൽഹിയിൽ അരങ്ങേറുന്നു. അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ആ സമര പന്തലിൽ അണിനിരക്കുന്നു. രാജ്യം മുഴുവൻ അവിടേക്ക്, ഡൽഹിയിലേക്ക് ഒഴുകുന്നു. ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് അത് മാറുന്നു. അത് പിന്നീട് അരവിന്ദ് കേജ്രിവാൾ അതിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പം രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് UPA 2 അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരു കാലത്തിൽ അധികാരം കൊണ്ട് നരേന്ദ്രമോദിക്കും BJPക്കും കൊടുത്തത് 2014. നമ്മൾ ചരിത്രം മറന്നു പോകരുത്. എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി 2 ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ്. 2G ഒന്നും കുംഭകോണമൊന്നും ഇതിനകത്തൊന്നും അല്ല. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ മറ്റൊരു ഉദാഹരണം. ഇനി നോട്ട് നിരോധനത്തെക്കുറിച്ച് പിന്നെ കോടതി അവസാന വിധി പറയുമ്പോൾ ആ ബെഞ്ചിലെ, സുപ്രീം കോടതിയുടെ ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് BV നാഗരത്നയുടെ വിയോജനക്കുറിപ്പുണ്ട് ആ വിധിയിൽ. അത് വായിക്കണം. ഡിസെൻഡിങ് നോട്ട് ബൈ ജസ്റ്റിസ് BV നാഗരത്ന. എന്താണ് പറയുന്നത് ആ ഡിസെൻഡിങ് നോട്ടിൽ? എന്താണ് പറയുന്നത്? അത് പറയുന്നത് നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് നടന്നോ? ആ ഡിസെൻഡിങ് നോട്ടിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നാഗരത്ന പറയുന്നൊരു കാര്യം. 98% കറൻസിയും ഇന്ത്യൻ റുപ്പിയും തിരിച്ചു വന്നു ബാങ്കുകളിലേക്ക്. എങ്ങനെ തിരിച്ചു വന്നു? 98% അച്ചടിച്ച നോട്ടും റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നോട്ടുകൾ തിരിച്ച് അക്കൗണ്ടിലേക്ക് വന്നു, ബാങ്കുകളിലേക്ക് വന്നു. കാരണം ഈ നിരോധിച്ച നോട്ടുകൾ അങ്ങോട്ട് തിരിച്ച് അയക്കാനൊരു സാവകാശം, തിരിച്ച് ബാങ്കുകളിൽ ഏൽപ്പിക്കാൻ ഒരു സാവകാശം കൊടുത്തല്ലോ. ലോങ് ക്യൂ, പാവങ്ങൾ വരെ ക്യൂ നിന്ന് മരിച്ചു വീണ ഒരു സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ മറന്നു പോകരുത്.
നരേന്ദ്രമോദി ഒന്നാം ഗവൺമെന്റ് ജനങ്ങളെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് നോട്ട് നിരോധനം കൊണ്ട്. എന്നിട്ട് നോട്ട് നിരോധനം ഉദ്ദേശ ലക്ഷ്യം നേടി. എന്താ ഉദ്ദേശ ലക്ഷ്യം? അത് നേടി, അത് വേറെ പിൻവാതിൽ ഉദ്ദേശം നേടി. അതാണ് ജസ്റ്റിസ് നാഗരത്ന പറയുന്നത്. അതായത് ഈ നിരോധിച്ച നോട്ടുകൾ, 2 നോട്ടുകൾ ഏതൊക്കെയാണ്? 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ. അതായിരുന്നു 86% കറൻസി ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന, ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നോട്ടുകളിൽ 86% നോട്ടുകളും 500-ന്റെ 1000-ന്റെയുമായിരുന്നു. ആ 2 നിരോധിച്ചത്. അപ്പൊ അവിടെയാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്, ഉദ്ദേശ ലക്ഷ്യം നേടി പിൻവാതിലിൽ കൂടി എന്താണ്? അതാണ് അവരുടെ ഡിസെൻഡിങ് നോട്ട്. അതായത് ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയാക്കി മാറ്റാനുള്ള സുവർണ അവസരമായിരുന്നു ഏത്? നോട്ട് നിരോധനം. അത് കഴിഞ്ഞ് 2000 രൂപയുടെ നോട്ട് ഇറക്കി. BJP സംഘികൾ പ്രചരിപ്പിച്ച് ചിപ്പ് വെച്ച നോട്ടാണ് അത്ര, ചിപ്പ്. ആ 2000 ഇപ്പൊ ആ പ്രിന്റിങ് നിർത്തി റിസർവ് ബാങ്ക് എത്രയോ നാളുകളായിട്ട് പ്രിന്റിങ് നിർത്തിയിരിക്കുന്നു. 2000 നോട്ടിനി പ്രിന്റ് ചെയ്യുന്നില്ല. അത് ഇപ്പൊ ഉള്ളത് ആൾക്കാർ എങ്ങനെയെങ്കിലും കൈമാറി കഴിച്ചിലാക്കാൻ നോക്കുകയാണ് 2000-ന്റെ നോട്ടുകൾ. പിന്നെ 500-ന്റെ പുതിയത്, 500-ന്റെ പഴയ നോട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അതിന്റെ ഇമേജുകൾ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. എത്ര ഭംഗിയുള്ള നോട്ടായിരുന്നു ആ നിരോധിച്ച 500-ന്റെ നോട്ട്. ആ നിരോധിച്ച 1000-ന്റെ നോട്ട്, അതിന്റെ ഡിസൈൻ അത് എത്രയോ ഭംഗിയുള്ളതായിരുന്നു. എന്നിട്ട് മോദി സർക്കാർ ഇറക്കിയ പുതിയ നോട്ട് 2000-ഉം 500-ഉം പിന്നെ 100, പിന്നെ കുറെ ഇറക്കി. അതൊക്കെ അതിന്റെ ഭംഗിയൊക്കെ നമ്മൾ നോക്കി. ഞാൻ ആ ഭംഗി പറഞ്ഞത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം, എങ്ങനെ ചെയ്യേണ്ടിയിരുന്നതാണ്, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിന്റെ ഉദാഹരണമാണ് നോട്ട് നിരോധനം കഴിഞ്ഞ് പുതിയ നോട്ട് ഇറക്കിയത്. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഫെബ്രുവരി 15-ന് നിരോധിച്ചപ്പോൾ അതിന്റെ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോചിതനായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കമന്റുകൾ, അതേപറ്റിയുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും അതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ ഇലക്ട്രൽ ബോണ്ട് എന്തിന് സുപ്രീം കോടതി നിരോധിച്ചു? അവസാനം ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത്, അത് ആഘോഷിക്കുന്നവർ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന്. നമ്മളൊക്കെ റിപ്പൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. എന്താണ് റിപ്പൻറ്റൻസ് ഇതിന്റെ വരാൻ പോകുന്നതെന്നുള്ളത്. ആദ്യം അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ വിധി വന്നപ്പോൾ, ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു വരുന്നപ്പോൾ ആദ്യം അദ്ദേഹം പഴയ പുരാണ കഥ പറഞ്ഞു. കൃഷ്ണ കുചേല വൃത്തം, ആട്ടക്കഥ. അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്നായിരുന്നെങ്കിൽ കുചേലൻ കൃഷ്ണന് അവൽപ്പതി കൊടുത്തത് പോലും വലിയ അഴിമതിയായിട്ട് ചിത്രീകരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? അതായിരുന്നു ആദ്യ കമന്റ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ. പിന്നെ ഇതിനകത്ത് നടന്നതാണ്, പിന്നെ SBI കൊണ്ട് പൊട്ടൻ കളിപ്പിച്ചു. എന്തായിരുന്നു ഈ പൊട്ടൻ കളി? ഇച്ചിരി അങ്ങോട്ട് കൊടുക്കും, ഇലക്ഷൻ കമ്മീഷൻ ഒരു തുണ്ട്. അപ്പൊ സുപ്രീം കോടതി പിന്നെയും പറഞ്ഞു അതുപോലെ മറ്റേതോടെ കൂടെ പിന്നെ ഒരു തുണ്ട്. അപ്പൊ 3ാമത് സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു വലിയ രാഷ്ട്രീയ നാടകമാണ്, ഇതൊക്കെ ഒരു ചിത്രീകരിക്കണം, നമ്മുടെ ഒരു ഡോക്യുമെന്ററി പോലെ. 3ാമത് സുപ്രീം കോടതി പറഞ്ഞു, ബെഞ്ച് പറഞ്ഞു, CJ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു, ഈ കളി ഞങ്ങളോട് വേണ്ട. SBI ഞങ്ങൾക്ക് അന്ത്യശാസനത്തിനാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് അയക്കും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഒരു തുണ്ട് കൊടുത്തു. പ്രധാന സാധനം കൊടുക്കുന്നില്ല, ഏതായി ബയോമെട്രിക്, ആൽഫ ന്യൂമറിക്, അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ, സീരിയൽ നമ്പർ, ഇതൊന്നും കൊടുക്കുന്നില്ല. അവസാനം സൈ ഇട്ടിട്ട് സുപ്രീം കോടതി ബെഞ്ച് മൂക്കിന് പിടിച്ചത്, SBIയുടെ മൂക്കിന് പിടിച്ചിട്ട് മര്യാദയ്ക്ക് കൊണ്ട് കൊടുത്തോണം ഓൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ SBIയുടെ ചെയർമാനെ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തും, അദ്ദേഹത്തിന് നമ്മൾ നോട്ടീസ് അയക്കും. അപ്പൊ മുട്ടുപറച്ചു മുള്ളി SBI എല്ലാം കൊണ്ട് കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സർക്കാരും പറയുന്നു ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇത് കോടതിയെ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നും പറഞ്ഞ് മുട്ടുപറച്ച് മുള്ളിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ അതെല്ലാം പബ്ലിഷ് ചെയ്യും. ഇപ്പൊ എല്ലാം പുറത്തു വന്നു. ഞങ്ങൾ അതിനെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നിന്ന് രണ്ട് മഹത്തായ സ്ഥാപനങ്ങൾ പിന്നെ ബോണ്ട് എടുത്തിട്ട് സഹായിച്ചു, BJP ഉൾപ്പെടെ 2 മഹത്തായ സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ്? MRF, മനോരമ കുടുംബത്തിന്റെ MRF-ഉം
പിന്നെ ഭയങ്കര ആദർശധീരനായ 2020 ചെയർമാൻ സാവോൻ ജേക്കബിന്റെ കിറ്റക്സ് ബോണ്ട് എടുത്ത് കൊടുത്തു. ആർക്ക് കൊടുത്തു? അധികാരത്തിരിക്കുന്നവർക്ക്, BJPക്കും സംസ്ഥാനത്ത് അധികാരത്തിരിക്കുന്നവർ കൊടുത്തു. മറ്റേ തെലുങ്കാനയിൽ ഇപ്പൊ എല്ലാം പുറത്തു വന്നിട്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും ചർച്ച ചെയ്യിപ്പില്ല. ആർക്കും ഒന്നും പറയാനില്ല. ഒരു പ്രതിരോധം ആർക്കും കിട്ടിപ്പൊക്കാനില്ല. സാവോൻ ജേക്കബിനും ഇല്ല, കിറ്റക്സിനും ഇല്ല, മനോരമ കുടുംബത്തിനും ഇല്ല, MRFനും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇതിന്റെ കലിപ്പിന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മോചിതനാവാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ CPM ആണല്ലോ ഈ കേസ് കൊണ്ട് കൊടുത്ത സുപ്രീം കോടതി. ഇവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. അതിന് ഞങ്ങൾ CPMനെ കൊടുക്കാൻ എന്ത് വഴിയുണ്ടെന്ന് നമ്മൾ നോക്കും. അതാണ് അടുത്ത ലൈൻ. അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. CPMനെ എവിടെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ നോക്കുന്നത്. കാരണം CPMും ചില 1-2 സംഘടനകളും സുപ്രീം കോടതി പോയിട്ടാണ് ഇത് മുഴുവൻ ഗുലുമാലായത്, ഇലക്ട്രൽ ബോണ്ടുകൾ ഗുലുമാലായതെന്ന് ഇപ്പൊ ജനങ്ങൾക്കും അറിയാം. ഇവരെല്ലാം പ്രതിപ്പട്ടിയിലായത് BJP ഉൾപ്പെടെ. കോൺഗ്രസിന് പറ്റിയത് എന്താണ്? അത് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കോൺഗ്രസിന് പ്രതിരോധിക്കാനില്ല, ഒന്നുമില്ല. കോൺഗ്രസ് ദുർബലമായി പോകുന്ന എവിടെയാണ്? പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്ന ഈ പാർട്ടി. സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കട്ടെ, ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ CPMും CPIയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും വാങ്ങാതിരുന്നത് പോലെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തതുപോലെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുന്നു? രാഷ്ട്രീയ സാഹചര്യം എന്താകുമായിരുന്നു? മുഴുവൻ മാറിയേനുമായിരുന്നു. BJPയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുമായിരുന്നു. കോൺഗ്രസ് കൂടി ഇലക്ട്രൽ ബോണ്ട് എടുക്കാതെ മാറി നിന്നിരുന്നെങ്കിൽ, ധാർമ്മികത രാഷ്ട്രീയത്തിൽ കാണിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ എന്താ? പ്രതിപക്ഷത്തിനും പരിക്കുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടുമുന്നണിയായ മഹാസഖ്യമായ ഇന്ത്യ സഖ്യത്തിന് പരിമിതികൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആരാണ്? ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ഈ പാർട്ടികൾ, കോൺഗ്രസ്, തൃണമൂല്. BJPയെ പോലെ തുല്യ പങ്കാളിത്തം കിട്ടിയ കണക്കിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു ബോണ്ടെങ്കിലും സ്വീകരിച്ച് ഒരു കമ്പനിയുടെ ഒരു രൂപയെങ്കിലും വാങ്ങിയെങ്കിൽ അവിടെ ധാർമ്മികത ഇല്ലാണ്ടായി. ഇപ്പൊ പറയും, ന്യായം പറയും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. സതി കോൺഗ്രസ്സുകാർ ന്യായം പറയും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വ്യാജ പതിപ്പുകൾ ഇറങ്ങും. അത് പിന്നെ ഏറ്റവും കൂടുതൽ വാങ്ങിയത് BJP അല്ലേ? ഞങ്ങളൊരു 2000 കോടിക്ക് അടുത്തല്ലേ വാങ്ങിയുള്ളൂ. BJP 8000 കോടിയോളം രൂപ വാങ്ങിച്ചു. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സംഭാവന കിട്ടി, കള്ളപ്പണം വെളുപ്പിച്ചിട്ട്. നിങ്ങൾ 2000 കോടിയോളം വാങ്ങിയില്ല. അവര് 8000 വാങ്ങിയപ്പം 8000 കോടി വാങ്ങിയപ്പോ കോൺഗ്രസ് നിങ്ങൾ 2000 കോടിയോളം വാങ്ങിയില്ലേ? ഈ വാങ്ങിയ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? BJPക്കെതിരെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ വല്ല യോഗ്യതയുണ്ടോ? പിന്നെ റോബർട്ട് വദ്ര മറ്റേ DLF കേസിക്കിട ഊരിക്കൊടുത്തതിനും ഇലക്ട്രൽ ബോണ്ട് ഇത് ഇലക്ട്രിക് ബോണ്ട് കൂടിയാണ്. ഷോക്ക് അടിപ്പിക്കുന്നതാണ് ഈ സാധനം. ഇപ്പൊ ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഡൽഹിയിൽ രാംലീല ഗ്രൗണ്ടിൽ നടന്നു. പോലീസ് 20,000 പേർക്ക് പെർമിഷൻ കൊടുത്തെടുത്ത് ലക്ഷങ്ങളാണ് രാംലീലയിൽ നിരന്നിട്ട് പ്രതിഷേധിച്ചത്. എല്ലാ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുത്ത ചടങ്ങ്. കോൺഗ്രസും CPMും CPIയും മറ്റിടതുപക്ഷ കക്ഷികളും സമാജ്വാദിയും TMCയും അല്ലെങ്കിൽ DMKയും എല്ലാം ഉൾപ്പെടെ ഒരു ജനസാഗരമായിരുന്നു ഇന്നലെ രാംലീലയിൽ. അവിടെ കൈകോർത്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഈ ബോണ്ട് വാങ്ങിയ കക്ഷികൾ കൈകോർത്ത് നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ നിങ്ങൾക്ക് എങ്ങനെ BJP എതിർക്കാൻ പറ്റും? അപ്പൊ സപ്പോസ് കോൺഗ്രസ് എങ്കിലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാതെ നിന്നിരുന്നെങ്കിൽ CPMനെ പോലെ ഇപ്പോ മോദി സർക്കാരിനെതിരെയും BJPക്കെതിരെയും സംഘ് പരിവാറിനെതിരെയും എത്രയോ വലിയൊരു ഫൈറ്റ് നടത്താൻ കഴിയുമായിരുന്നു. അപ്പോ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ ദേഹത്ത് ചെളി കിടക്കുക ഇലക്ട്രൽ ബോണ്ട് വഴി. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മോദിക്കെതിരെ BJPക്കെതിരെ സംഘ് പരിവാറിനെതിരെ നിങ്ങൾ ഒരു ധാർമ്മിക യുദ്ധം ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ദുർബലരായി പോയി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ പ്രതിപക്ഷ സഖ്യം അനുഭവിക്കുന്നു എന്ന് കോൺഗ്രസിന് തിരിച്ചറിവുണ്ടാവണം. ദേശീയ തലത്തിരിക്കുന്നവർക്ക് മാത്രം ഉണ്ടായപ്പോരാ. കേരളത്തിലൊരു സതി കോൺഗ്രസ് ഉണ്ടല്ലോ.
സുധാസതി കോൺഗ്രസ് ഉണ്ടല്ലോ, ഈ കോൺഗ്രസിന് ഇത് ബോധ്യമാകുന്നില്ല. പിന്നെയും പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയാ തോറ്റുപോയെന്ന് കോൺഗ്രസ് പ്രസ്ഥാനം തിരിച്ചറിയുക. മോദി സർക്കാരിനെയും BJPയെയും താഴത്തിറക്കാൻ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും, ഇലക്ട്രൽ ബോണ്ട് വിഷയം ഉണ്ടാക്കിയിട്ടും, അതേപോലെ സുപ്രീം കോടതി വിധി വന്നിട്ടും, അതേപോലെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട ഈ ഒരു വിഷയവും എങ്ങനെ ഫലപ്രദമായി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു? ഇത് നയിക്കുന്ന കോൺഗ്രസ് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ. ഇപ്പൊ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്ക്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണിത്.